Hello friends, welcome back to Intensive Triple E Coaching. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെയിൽ പോസ്റ്റ്പോൺ ചെയ്ത കുറച്ച് PSCയുടെ എക്സാംസ് ഉണ്ട്, പ്യുവർലി ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കേരള PSCയുടെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ദിവസം മാക്സിമം 45 മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 43 സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 44 നിന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 44 എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വയറിംഗ് ടു ഓപ്പറേറ്റ് 3 lamps in all we require 6 two-way switches. അതായത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന വയറിങ്ങുകളിൽ ഏത് വയറിങ്ങിനാണ് 3 ബൾബിനെ നമുക്ക് അല്ലെങ്കിൽ 3 ലാമ്പിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുവാൻ 6 two-way സ്വിച്ചുകൾ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഗോ ഡൗൺ വയറിംഗ് ആണ്. ഗോ ഡൗൺ വയറിങ്ങിൻ്റെ കേസിൽ നമുക്ക് എത്ര ലാമ്പുകളാണോ ഉള്ളത് അത്രയും തന്നെ സ്വിച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് ഇപ്പോൾ 3 ലാമ്പുകളുള്ള ഒരു ഗോ ഡൗൺ വയറിംഗ് ആണെന്നുണ്ടെങ്കിൽ 3 സ്വിച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സ്വിച്ച് 1 വേ സ്വിച്ച് ആയിരിക്കണം, ബാക്കിയുള്ള സ്വിച്ച് 2 വേ സ്വിച്ചുകളും ആയിരിക്കണം. ഇനി ഓപ്ഷൻ ബി ടണൽ വയറിംഗ് ആണെങ്കിൽ നമുക്ക് എത്ര ലാമ്പുകളാണോ ഉള്ളത് അത്രയും 2 വേ സ്വിച്ചുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 3 ലാമ്പുകളുള്ള ഒരു ടണൽ വയറിംഗ് ആണെന്നുണ്ടെങ്കിൽ 3 നമ്പർ ഓഫ് 2 വേ സ്വിച്ചസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോറിഡോർ വയറിംഗ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ. ഓക്കെ, ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിക്കുക. ഫ്ലെമിങ്സിന് അല്ലെങ്കിൽ ഫ്ലെമിങ്സ് റൂള് 2 എണ്ണമാണുള്ളത്. ഒന്ന് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ജനറേറ്റർ ലോ ആണ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടോർ ലോ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഫൈൻഡ് ദ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ദ ആർമേച്ചർ കോർ ഈസ് ലാമിനേറ്റഡ് ടു മിനിമൈസ്. നമ്മളെ ആർമേച്ചറിൻ്റെ കോറ് ലാമിനേറ്റ് ചെയ്യുന്നത് എന്ത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെ റെഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ആർമേച്ചർ കോർ ലാമിനേറ്റ് ചെയ്യുന്നത്. ആർമേച്ചർ കോർ ലാമിനേറ്റ് ചെയ്യുന്നത് എഡി കറണ്ട് ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എഡി കറണ്ട് ലോസ്. ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ലോ റിലക്റ്റൻസ് മെറ്റീരിയൽ ഉപയോഗിച്ച് ആർമേച്ചർ കോർ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. അതേ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എഡി കറണ്ട് ലോസും കൂടെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലാമിനേറ്റഡ് ആർമേച്ചർ കോർ ആയിരിക്കണം. ഈ ഹിസ്റ്റെറിസിസ് ലോസും എഡി കറണ്ട് ലോസും കൂടെ കൂടിച്ചേർന്ന കമ്പൈൻഡ് ലോസിനെയാണ് നമ്മൾ അയൺ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 47. എ DC ജനറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഒരു DC ജനറേറ്റർ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ DC ജനറേറ്റർ എന്നല്ല, DC മോട്ടറോ AC ജനറേറ്ററോ AC മോട്ടറോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ വർക്ക് ചെയ്യുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 48. In an 8-pole simplex wave winding armature, the number of parallel paths are. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8 പോളുകളുള്ള ഒരു സിംപ്ലക്സ് വേവ് വൈൻഡിങ് ഉണ്ട് ആർമേച്ചറിൽ. അതിൽ നമ്പർ ഓഫ് പാരലൽ പാത്തുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, വേവ് വൈൻഡിങ് ആണെങ്കിൽ പാരലൽ പാത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് പോൾ. പോള് 8, 10, 12, 14 എത്രയോ ആയിക്കോട്ടെ, യൂസ് ചെയ്തിരിക്കുന്നത് വേവ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി വേവ് വൈൻഡിങ്ങിന് പകരം ലാപ്പ് വൈൻഡിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണോ നമ്പർ ഓഫ് പോള് അത് തന്നെയായിരിക്കും പാരലൽ പാത്തുകളുടെ എണ്ണം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ
8 പോൾ സിംപ്ലക്സ് ലാപ്പ് വൈൻഡിങ് എന്നാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരിക്കും. അതായത് ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്തിന്റെ എണ്ണം നമ്പർ ഓഫ് പോളിന് ഈക്വൽ ആണ്. വേവ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് പോൾ പാരലൽ പാത്തിന്റെ എണ്ണം എപ്പോഴും 2 ആയിരിക്കും. ഇനി അടുത്തായി ചോദിച്ചിരിക്കുന്നത് ഇൻ എ 250 വോൾട്ട് DC മെഷീൻ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 500 ohms. ദ ഷണ്ട് ഫീൽഡ് കറന്റ് വിൽ ബി. ഓക്കെ, ഇത് നമുക്ക് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DC മെഷീൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 250 വോൾട്ട് ആണ്. അതിൻ്റെ ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് 500 ohm ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീൽഡ് കറണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫീൽഡ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ട് ആണ്. അതേപോലെ ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് RSH എന്ന് പറയുന്നത് 500 ohms ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഷണ്ട് ഫീൽഡ് കറണ്ട് ISHൻ്റെ വാല്യൂ എത്രയെന്നാണ്. ISH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ V ഡിവൈഡഡ് ബൈ RSH. വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ട്, RSHൻ്റെ വാല്യൂ 500 ohms. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.5 ആംപിയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 0.5 ആംപിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ദ കറണ്ട് ഇൻ എ ആർമേച്ചർ ഓഫ് DC ഷണ്ട് ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഫോർമുല. അതായത് ആർമേച്ചർ കറണ്ട് DC ഷണ്ട് ജനറേറ്ററിലെ ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുലയാണ് താഴെ തന്നതിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു DC ഷണ്ട് ജനറേറ്റർ. അപ്പോൾ DC ഷണ്ട് ജനറേറ്ററിൻ്റെ ഈ പോർഷനെയാണ് നമ്മൾ ആർമേച്ചർ എന്ന് പറയുന്നത്. ഈ പോർഷനാണ് അതിൻ്റെ ഫീൽഡ്, ഷണ്ട് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആർമേച്ചർ കറണ്ട് IAയുടെ ഒരു പോർഷനാണ് ഫീൽഡിലൂടെയും അതേപോലെ ഒരു പോർഷനാണ് ലോഡിലൂടെ IL എന്ന് പറയുന്ന ലോഡ് കറണ്ട് ആയിട്ടും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആർമേച്ചർ കറണ്ട് IA എന്ന് പറയുന്നത് ഫീൽഡ് കറണ്ടിൻ്റെയും ലോഡ് കറണ്ടിൻ്റെയും കൂടെ സമ്മാണ്. അതായത് IA ഈസ് ഈക്വൽ ടു IL പ്ലസ് ISH. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ ആർമേച്ചർ കറണ്ട് IA ഈക്വൽ ടു IL പ്ലസ് ISH ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 51. വിച്ച് ഓഫ് ദ ഫോളോയിങ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ചാർജിങ് ബാറ്ററീസ് വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്. ഓക്കെ, നമുക്ക് ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്ററുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ജനറേറ്ററാണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഷണ്ട് ജനറേറ്റർ ആണ്. ഷണ്ട് ജനറേറ്റർ. The direction of rotation of a DC motor can be determined by. ഓക്കെ, നമ്മൾ നേരത്തെ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ജനറേറ്റർ ലോ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടോർ ലോ ആണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് DC മോട്ടോറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് ഏത് റൂള് വെച്ചാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇതിനെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് മോട്ടോർ ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാക്ക് EMF ഓഫ് എ DC മോട്ടോർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ബാക്ക് EMF EB, അതായത് ബാക്ക് EMF എന്ന് പറയുന്നത് നമ്മൾ DC മോട്ടോറിന്റെ ബാക്ക് EMF എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ബാക്ക് EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. EB is equal to 5ZNP by 60A. EB equal to 5ZNP divided by 60A. അപ്പോൾ ഇതിനകത്ത് EB എന്ന് പറയുന്നത് ബാക്ക് EMF ആണ്, 5 എന്ന് പറയുന്നത് ഫീൽഡ് ഫ്ലക്സ്, Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, N എന്ന് പറയുന്നത് മോട്ടോറിന്റെ സ്പീഡ് ഇൻ RPM, P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആൻഡ് A എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്ത്. അപ്പോൾ ഇവിടെ EB ബാക്ക് EMF എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ EB ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്ലക്സിന്റെ എമൗണ്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് EMF ഇൻക്രീസ് ചെയ്യും. Z നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, കണ്ടക്ടേഴ്സിന്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്ക് EMFനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യും, ബാക്ക് EMF ഇൻക്രീസ് ചെയ്യും.
സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബാക്ക് ഇ എം എഫ് കൂടും, നമ്പർ ഓഫ് പോൾസ് കൂടുന്നതിനനുസരിച്ച് ബാക്ക് ഇ എം എഫ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ നമ്പർ ഓഫ് പാരലൽ പാത്തിനനുസരിച്ച് ബാക്ക് ഇ എം എഫ് റെഡ്യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ഇ ബി ഇസ് ഈക്വൽ ടു 5ZNP ഡിവൈഡഡ് ബൈ 60A, ഇതാണ് നമുക്ക് ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷേപ്പ് ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നുണ്ട്. ഷേപ്പിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറിച്ച് കണ്ടക്ടറിന്റെ എണ്ണത്തിനെയാണ്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഫീൽഡ് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫൈ എന്ന് പറയുന്നത് ഫീൽഡ് ഫ്ലക്സ് ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബ്രഷ് മെറ്റീരിയൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫീൽഡ് ഫ്ലക്സിനെയാണ്. The main function of starter of the DC motor is to, ഒരു ഡി സി മോട്ടോറിൽ സ്റ്റാർട്ടറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡി സി മോട്ടോറുകളിൽ നമ്മൾ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്. ഇനി നമ്പർ 55. The speed of a DC motor has to be controlled through the field. The most suitable starter for this purpose is. Speed of a DC motor has to be controlled through the field. The most suitable starter for this purpose is. നമ്മളെ ഒരു ഡി സി ഷണ്ട് മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റാർട്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പോയിന്റ് സ്റ്റാർട്ടർ ആണ്. 2 പോയിന്റ് സ്റ്റാർട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് സീരീസ് മോട്ടോറിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. DOL സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, അതേപോലെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, ഇതിനകത്തൊക്കെ അപ് ടു 5 HP വരെയുള്ള മോട്ടോറുകളുടെ കൺട്രോളിങ്ങിന് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിനാണ് DOL സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് സ്പീഡ് ഓഫ് എ DC മോട്ടോർ ഈസ്. ഒരു DC മോട്ടോറിന്റെ സ്പീഡ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻ തന്നെയാണ് ഇതിനും റെഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് N എന്ന് പറയുന്നതാണ് സ്പീഡ്. ഈ സ്പീഡ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് സ്പീഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. N is equal to, നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് N is equal to EB into 60A divided by 5ZP, ഇത് കിട്ടും. അപ്പോൾ N എന്ന് പറയുന്നത് ബാക്ക് ഇ എം എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ബാക്ക് ഇ എം എഫിന്, അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് 5ZP എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് ഇ എം എഫ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ്. ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് ഇ എം എഫ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ. നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്തിലാണ് മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ റെസിസ്റ്റൻസ് ആകുമ്പോൾ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനകത്ത് മെഗാ വാട്ട്സും കിലോ വോൾട്ടും ഉണ്ട്. ഇത് രണ്ടും ഒരിക്കലും എന്താവില്ല, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റുകളാവില്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ അല്ല. പിന്നെ നമുക്കുള്ളത് മെഗാ ഓമും കിലോ ഓമുമാണ്. മെഗാ ഓംസും ഉണ്ട്, അതേപോലെ കിലോ ഓംസും ഉണ്ട്. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ എപ്പോഴും നമ്മൾ പറയുന്നത് മെഗാ ഓംസിലാണ്. ഇൻ ടേംസ് ഓഫ് മെഗാ ഓംസിലാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ദ റണ്ണിങ് സ്പീഡ് ഓഫ് എ 3 ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ്. അപ്പോൾ നമുക്ക് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ മെയിൻ ആയിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്ന് കേജ് മോട്ടോഴ്സ് അല്ലെങ്കിൽ സ്ക്വിറൽ കേജ് മോട്ടോഴ്സ് അല്ലെങ്കിൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സിങ്ക്രോണസ് മോട്ടോഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറും സിങ്ക്രോണസ് മോട്ടറും 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ഫേസ് മോട്ടറുകളുടെ ഒന്ന് ഇൻഡക്ഷൻ മോട്ടറും ഉണ്ട്, അതേപോലെ സിങ്ക്രോണസ് മോട്ടറും ഉണ്ട്. സിങ്ക്രോണസ് മോട്ടർ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും സിങ്ക്രണസ് സ്പീഡിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതൊരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. ഇനി ഇൻഡക്ഷൻ മോട്ടറുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് എപ്പോഴും സിങ്ക്രണസ് സ്പീഡിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡാണ് ആദ്യത്തെ ഓപ്ഷൻ. സിങ്ക്രണസ് സ്പീഡിൽ ഒരിക്കലും കറങ്ങില്ല. സിങ്ക്രണസ് സ്പീഡിലാണ് അത് കറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് സിങ്ക്രോണസ് മോട്ടറാണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ സിങ്ക്രോണസ് സ്പീഡാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ 3 HP 3 phase 415 volt 50 Hz squirrel cage induction motor start through a DOL starter. The backup fuse rating will be. ഇത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു 3 HP 3 phase 415 volt 50 Hz സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്.
അതൊരു DOL സ്റ്റാർട്ടർ വഴിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ഫ്യൂസിന്റെ റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 HP മോട്ടോറിന് നമുക്ക് എന്ത് ചെയ്യണം, ആ HP എന്നുള്ള ടേമിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് വാട്ട്സിലേക്കോ അല്ലെങ്കിൽ കിലോ വാട്ട്സിലേക്കോ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 HP കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പവറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കറണ്ട് എന്ന് പറയുന്നത് ഒരു 4.3 ആംസ് കിട്ടും. പക്ഷെ അത്രയല്ല നമ്മൾ എടുക്കേണ്ടത്. ബാക്കപ്പ് ഫ്യൂസിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ കിട്ടിയിരിക്കുന്ന റേറ്റിംഗിന്റെ ഇൻറ്റു 3 ടൈംസ് ഒക്കെയാണ് നമ്മൾ സാധാരണ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 15 ആംസ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്തു എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അത് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 HP എന്ന് പറയുന്നത് എക്സാക്ട്ലി 745.7 വാട്ട്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് 746 വാട്ട്സ് എന്നും എടുക്കാം. ഇപ്പോൾ 3 HP മോട്ടർ ആണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു 745.7 ചെയ്യുമ്പോൾ നമുക്ക് 2237.1 വാട്ട്സ് എന്ന് കിട്ടും. ഇനി നമ്മുടെ 3 ഫേസ് സർക്യൂട്ടിൽ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3 VL IL cos phi അല്ലെങ്കിൽ √3 VI cos phi ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ട് ആണ്, കറണ്ട് ആണ് നമുക്ക് അറിയാത്തത്. കോസ് ഫൈയുടെ വാല്യൂ സാധാരണ നമ്മൾ മോട്ടോറിന്റെ കേസിൽ 0.8 ആണ് നമ്മൾ അസ്യൂം ചെയ്യാറുള്ളത്. അതായത് പവർ ഫാക്ടർ 0.8 ആണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കാറുള്ളത്. ഇനി ഇവിടെ ഇൻറ്റു ഒരു 0.9 കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് എഫിഷ്യൻസിയാണ്. അപ്പോൾ മോട്ടോറിന്റെ ഒക്കെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എഫിഷ്യൻസിയുടെ ടേം കൂടെ അക്കൗണ്ടിൽ എടുക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് I കണ്ടുപിടിക്കാൻ പറ്റും. I ഈസ് ഈക്വൽ ടു നമ്മുടെ പവർ ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു പവർ ഫാക്ടർ ഇൻറ്റു എഫിഷ്യൻസി. ഇപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 4.32 ആംപിയർ അല്ലെങ്കിൽ ഒരു 4.5 ആംസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു 3 ടൈംസ് ആയിരിക്കണം നമ്മുടെ ഫ്യൂസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് 15 ആംസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 60. When remote on and off are used in DOL starter, the remote on button should be connected with the existing on button. ഓക്കെ, നമുക്ക് ഒരു DOL സ്റ്റാർട്ടറിൽ നമുക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ കുറച്ച് ദൂരെ നിന്ന് അല്ലെങ്കിൽ പൈലറ്റ് വയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ വയേഴ്സ് യൂസ് ചെയ്തിട്ട് അതിന് വേറൊരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് റിമോട്ട് ഓൺ ബട്ടൺ, നോർമലി ആ ഒരു സ്റ്റാർട്ടറിന് ഉണ്ടാകുന്ന ഓൺ ബട്ടൻ്റെ അല്ലെങ്കിൽ ആ ഓൺ ബട്ടണുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാരലൽ ആയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഇനി when a 3-phase induction motor is switched to star position through a star delta starter. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു DOL സ്റ്റാർട്ടറിനൊക്കെ പകരം നമ്മളൊരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറാണ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോട്ടോറിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ സ്റ്റാർ പൊസിഷനിലും റൺ ചെയ്യുന്ന സമയത്ത് അതിനെ ഡെൽറ്റ പൊസിഷനിലുമാണ് വയ്ക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ പൊസിഷനിൽ ഇട്ടിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ടോർക്കിന്, നമ്മുടെ ഓപ്ഷനിലുള്ളത് ടോർക്കാണ്, ടോർക്കിന് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോർക്ക് നോർമൽ ടോർക്കിന്റെ 1/3 ടൈംസ് ആയിട്ട്, അല്ലെങ്കിൽ ഡെൽറ്റ പൊസിഷനിലോ അല്ലെങ്കിൽ DOL സ്റ്റാർട്ടർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്കിന്റെ 1/3 ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും, അത് കുറയും, അല്ലെങ്കിൽ 1/3 ടൈംസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന ആ ടോർക്ക് എന്ന് പറയുന്നത്. ഇനി ഇൻ മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ദ സ്റ്റോപ്പ് ബട്ടൺ കണക്റ്റഡ് ഈസ് ഇൻ സീരീസ് വിത്ത്, നമുക്ക് മാനുവൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാർ ഡെൽറ്റ, ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറും ഉണ്ട്, മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറും ഉണ്ട്. അപ്പോൾ മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ ഫ്ലോർ മില്ലിലൊക്കെ ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോൾ അവർ ഒരു സ്ഥലത്തേക്ക് ഇട്ടിട്ട് അതിനെ ഓൺ ചെയ്യും, പിന്നെ കുറച്ചൊരു ടൈം ഡിലേ കഴിഞ്ഞിട്ട് 80% ഒക്കെ സ്പീഡ് നമ്മുടെ മോട്ടർ ക്യാച്ച് ചെയ്യുമ്പോൾ അതിനെ ഡെൽറ്റ പൊസിഷനിലേക്ക് മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ സ്റ്റോപ്പ് ബട്ടൺ എന്തിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ബട്ടൺ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നോ വോൾട്ട് കോയിൽ ആൻഡ് ഓവർലോഡ് റിലേ കോണ്ടാക്ട്, ഇതൊക്കെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. A high starting torque is obtained in slip ring induction motor by using a. ഓക്കെ, അപ്പോൾ നമ്മളെ ഇൻഡക്ഷൻ മോട്ടോറുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറും ഉണ്ട്, ഒന്ന് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും ഉണ്ട്. ഇതിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറുകൾക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിരിക്കും.
അപ്പോൾ അതിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റോട്ടർ സർക്യൂട്ടിലേക്ക് അഡീഷണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറാണ് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടർ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറാണ് റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടർ. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, DOL സ്റ്റാർട്ടർ ഇതൊക്കെ നമ്മൾ സാധാരണ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറുകൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. 4 പോയിന്റ് സ്റ്റാർട്ടർ DC ഷണ്ട് മോട്ടോറിനാണ് ഉപയോഗിക്കുന്നത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്റ്റാർട്ടർ റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടറാണ്. We can identify a wound rotor induction motor by seeing. Okay, ഈ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് wound rotor induction motor എന്ന്. ഓക്കെ, സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വേറൊരു പേരാണ് wound rotor induction motor. ഈ wound rotor induction motor അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പേര് തന്നെയുണ്ട്, എന്താണ്, സ്ലിപ്പ് റിംഗ്സ് ഉണ്ടായിരിക്കും അതിന്. ആ സ്ലിപ്പ് റിംഗ്സ് വെച്ചാണ് നമ്മൾ ആ മോട്ടോറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. A polyphase induction motor is usually, പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുകയാണെങ്കിൽ ഒന്നിലധികം ഫേസുകൾ വരുന്ന മോട്ടോറിനെയാണ് നമ്മൾ പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ഫേസ് മോട്ടോർ ആവാം, അല്ലെങ്കിൽ 3 ഫേസ് മോട്ടോർ ആവാം. അപ്പോൾ പോളിഫേസ് മോട്ടോറുകളെല്ലാം സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, അപ്പോൾ ഇത് 2 ഫേസോ 3 ഫേസോ ഒക്കെ ആണെങ്കിലും അതെന്താണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ് ആണ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഓക്കെ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണെന്നുണ്ടെങ്കിൽ അത് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. പോളിഫേസ് ആണെന്നുണ്ടെങ്കിൽ അത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ സീലിംഗ് ഫാൻ ജനറലി വിച്ച് ടൈപ്പ് ഓഫ് മോട്ടോർ ഈസ് യൂസ്ഡ്? നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനിൽ ഏത് ടൈപ്പ് മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ഫാനിന് കപ്പാസിറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കപ്പാസിറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുക, ഒരു ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പെർമനന്റ് കപ്പാസിറ്റർ മോട്ടോറാണ്. The maximum efficiency of transformer is obtained when? ഓക്കെ, നമ്മളൊരു ട്രാൻസ്ഫോമറിന് മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഏത് ഇലക്ട്രിക്കൽ മെഷീൻ ആണെങ്കിലും അതിന് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊന്നാണ് ഫിക്സഡ് ലോസ് ഈക്വൽ ടു വേരിയബിൾ ലോസ് എന്നും പറയാറുണ്ട്. അതിനകത്ത് ഫിക്സഡ് ലോസ് എന്ന് പറയുന്നത് അയൺ ലോസ് ആണ്, വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. അപ്പോൾ ഈ കോപ്പർ ലോസ് ഈക്വൽ ടു അയൺ ലോസ് ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻസിന് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബുക്കോൾസ് റിലേ ഈസ് എ ഡിവൈസ് റിലേറ്റഡ് വിത്ത്. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് ഏത് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. അത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമറുകളിലാണ്. ഓയിൽ ഫീൽഡ് ട്രാൻസ്ഫോമറുകളിലാണ് നമ്മൾ ബുക്കോൾസ് റിലേ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഓട്ടോ ട്രാൻസ്ഫോമർ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രിൻസിപ്പിൾ വെച്ചാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ വന്നിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 2 കോയിലുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് സാധാരണ ട്രാൻസ്ഫോമറുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ അതല്ല. പിന്നെയുള്ളത് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കോയിലുള്ള ഒരു ട്രാൻസ്ഫോമറിനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സിന്റെ ചേഞ്ച് കാരണം അതേ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ? ഒരു ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈക്വൽ ടു 4.445 MFN. അതായത് 5M എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ്, F എന്ന് പറയുന്നത് ഫ്രീക്വൻസി, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്. ദ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അതായത് ഒരു ജലവൈദ്യുത നിലയത്തിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വാട്ടർ. ഇനി
വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ഓൺ ഡെഡ് എൻഡ് ഓഫ് മീഡിയം വോൾട്ടേജ് ലൈൻ? നമ്മുടെ ഒരു മീഡിയം വോൾട്ടേജിന്റെ ഡെഡ് എൻഡ്, അതായത് ആ ലൈൻ അവിടെ ടെർമിനേറ്റ് ചെയ്യണം, അത് അവിടെ അവസാനിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഡെഡ് എൻഡുകളിൽ നമ്മൾ ഏത് ടൈപ്പ് ഇൻസുലേറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഷാക്കിൾ ടൈപ്പാണ്. ഷാക്കിൾ ടൈപ്പ്. പിൻ ഇൻസുലേറ്റർ സാധാരണ നമ്മൾ ക്രോസ് ആമിൽ വെക്കുന്നതാണ്, അത് ഡെഡ് എൻഡിൽ യൂസ് ചെയ്യാറില്ല. ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്റർ നിങ്ങൾ ഹൈ വോൾട്ടേജ് ലൈനുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്ട്രെയിൻ ടൈപ്പും ഉണ്ട്, ഒന്ന് സസ്പെൻഷൻ ടൈപ്പും ഉണ്ട്. അതായത് ഡിസ്ക് വെക്കുന്നതിന്റെ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ സസ്പെൻഷൻ എന്നും സ്ട്രെയിൻ എന്നും പറയുന്നത്. Which type of guarding is provided on a railway line crossing? ഓക്കെ, ഇപ്പം നമ്മളൊരു റെയിൽവേ ലൈനിന്റെ മുകളിൽ കൂടെ നമ്മളൊരു പവർ ലൈൻ കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ട്രാക്ക് പോകുന്നതിന്റെ അവിടെ ഒരു കവറിങ്, ഒരു കേജ് പോലൊരു സാധനം കൊടുക്കാറുണ്ട്. അഥവാ ലൈൻ എന്തെങ്കിലും ബ്രേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ അത് ട്രാക്കിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗാർഡിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഗാർഡിന് നമ്മൾ പറയുന്ന പേര് കേജ് ടൈപ്പ് എന്നാണ്. ഓക്കെ, അടുത്തത് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആർ യൂസ്ഡ്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസുലേറ്റർ വന്നപ്പോൾ തന്നെ ട്രാൻസ്മിഷൻ ലൈനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പോൾ ഹൈ വോൾട്ടേജ് ലൈനുകളാണ്. അപ്പോൾ ആ ഹൈ വോൾട്ടേജ് ലൈനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സസ്പെൻഷൻ ടൈപ്പാണ്. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സസ്പെൻഷൻ ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ക് ഇൻസുലേറ്ററുകൾ താഴത്തേക്ക് തൂക്കിയിടുന്നതിനാണ് നമ്മൾ സസ്പെൻഷൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് MCCB സ്റ്റാൻഡ്സ് ഫോർ. MCCBയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. MCCB എന്ന് പറയുകയാണെങ്കിൽ അത് മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് MCBക്കാണ്. ഇവിടെ MCCB ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. ഫോർ എ ഗിവൺ ലൈൻ കറന്റ് ആൻഡ് ലൈൻ വോൾട്ടേജ് the power taken by delta connected load is dash the power taken by the star connected load. Okay, രണ്ടും ഈക്വൽ പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the series type ohm meter will have zero reading at the, അതായത് സീരീസ് ടൈപ്പ് ഓം മീറ്ററിന് സീറോ റീഡിങ് എവിടെയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് എൻഡ് ഓഫ് സ്കെയിൽ. സ്കെയിലിന്റെ റൈറ്റ് ഹാൻഡ് എൻഡിലാണ് നമുക്ക് സീറോ റീഡിങ് വരുന്നത്. ടു ചാർജ് എ സെക്കൻഡറി സെൽ ദ സിസ്റ്റം യൂസ്ഡ് ഈസ്. അപ്പോൾ സെല്ലുകളെ നമ്മൾ മെയിനായിട്ട് പ്രൈമറി സെല്ലെന്നും സെക്കൻഡറി സെല്ലുകളെന്നും രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകൾ. നമ്മൾ സാധാരണ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ഒക്കെ പ്രൈമറി സെല്ലാണ്. അത് നമുക്ക് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെല്ലുകളെയാണ് നമ്മൾ സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിനെ നമുക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് DC ആണ്. ഇനി അടുത്തത് ദ അപ്രോക്സിമേറ്റ് ഫുൾ ലോഡ് കറണ്ട് ഓഫ് എ 3-phase ഡെൽറ്റ കണക്റ്റഡ് 3 HP മോട്ടോർ ഈസ്. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ആ ബാക്കപ്പ് ഫ്യൂസിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിൽ നമ്മൾ ഫ്യൂസിന്റെ റേറ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫുൾ ലോഡ് കറണ്ട് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഇതാണ് മെത്തേഡ്. 3 HP മോട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 3 HP നമ്മൾ വാട്ട്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും വാട്ട്സ് ആണ്. 2237.1 വാട്ട്സ് എന്ന് കിട്ടും. അവിടുത്തെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3 VI cos φ. ഇതിനകത്ത് I ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പവർ ഫാക്ടറും അതേപോലെ എഫിഷ്യൻസിയും, ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 4.32 ആംപിയർ എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി അത് 4.5 ആംപ്സ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4.5 ആംപിയർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 80. The total opposition offered by an AC circuit is called. ഒരു AC സർക്യൂട്ടിൽ നമുക്ക് കറണ്ടിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒപ്പോസിഷനെ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് അല്ല, അതിനെ നമ്മൾ പറയുന്നത് ഇംപിഡൻസ് എന്നാണ്. ഓക്കെ,
ഒരു ഡി സി സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റെസിസ്റ്റൻസ് എന്ന് പറയാം. പക്ഷേ എ സി സർക്യൂട്ടിലാവുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കാരണവും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാരണവും നമുക്ക് കറണ്ടിന് ഒപ്പോസിഷൻ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ അവിടെ വരുന്ന ഒപ്പോസിഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. ഇമ്പിഡൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സെറ്റ് എന്ന് വെച്ചിട്ടാണ്. ഇമ്പിഡൻസിന്റെ യൂണിറ്റ് ഓംസ് തന്നെയാണ്. അതേപോലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, ഒരു ഇൻഡക്ടർ കാരണം നമുക്ക് കറണ്ടിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനെ നമ്മൾ എക്സ് എൽ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് എൽ ഈക്വൽ ടു 2πfl. അതിന്റെ യൂണിറ്റ് ഓംസ് ആണ്. ഇനി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ കാരണം നമ്മുടെ കറണ്ടിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒപ്പോസിഷനെയാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് സി വെച്ചാണ്. എക്സ് സി. അപ്പോൾ എക്സ് സി ഈക്വൽ ടു 1/2πfc എന്നാണ് ഇക്വേഷൻ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. അത് സ്കിൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ നമുക്ക് മെയിൽ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് സ്കിൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് 2015 ഒരു സ്കിൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം, സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സ്റ്റേ സേഫ്. ഈ കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.